പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഖുയിൽ എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ ചന്ദ്രന്റെ വെളിപ്പെടുത്തൽ മാനസിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. മാനസിയോട് ഉടൻ തന്നെ മേലേപ്പാട്ടേക്ക് പോകാമെന്നും കൂടെ താൻ വരാം എന്നും ചന്ദ്രൻ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് ഇരുവരും ചേർന്നുകൊണ്ട് മേലേപ്പാട്ടേക്ക് കടന്നു ചെല്ലുന്നു. അപ്രതീക്ഷിതമായ അവരുടെ വരവ് തുളസിയെയും അമ്മയെയും ഞെട്ടിച്ചതിനെ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുളസിയെ തല്ലുന്നതിനായി മാനസി ശ്രമിക്കുന്നുവെങ്കിലും മാനസിയെ തടയുന്ന ചന്ദ്രൻ തുളസി ചെയ്തത് ശരിയാണ് എന്ന് പറയുകയും അച്ഛനെ കാണാതായ വിവരം പോലീസിൽ തന്നെയാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത് എന്നും താൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അവൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നും അന്വേഷണം കഴിയുന്നതുവരെ താനും മാനസിയും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന ചന്ദ്രൻ മുറിയിലേക്ക് പോകുന്നു. ചന്ദ്രന്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് തുളസിയുടെ അമ്മയെ ഞെട്ടിച്ചതിനെ തുടർന്ന് തുളസി അമ്മയോട് ഇത് പ്രതികാരം ചെയ്യാനാണ് ചന്ദ്രൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ തുളസി നന്ദുവിനെ ഫോൺ ചെയ്യുകയും കാര്യങ്ങളെല്ലാം അറിയിച്ചതിനു ശേഷം ഈ വീട്ടിൽ നിന്ന് ഉടൻ തന്നെ മാറണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. താൻ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാമെന്ന് നന്ദു അറിയിച്ചതിനെ തുടർന്ന് ഫോൺ കട്ട് ചെയ്യുന്ന തുളസിയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന ചന്ദ്രൻ തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുകയും ഇവിടെ നിന്ന് തുളസി പോവുകയാണ് എങ്കിൽ അതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നത് മേനോൻ തന്നെയാകുമെന്നും താൻ അയാളെ കൊല്ലുമെന്നും വ്യക്തമാക്കുന്ന ചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നു. ഇതോടെ വീട് വിട്ടു പോകാം എന്നുള്ള ആഗ്രഹം തുളസിയിൽ അസ്തമിച്ചു തുടങ്ങുന്നു. എന്നാൽ ഇതേ സമയം ജയനെ ഫോൺ ചെയ്യുന്ന നന്ദു കാര്യങ്ങളെല്ലാം പറയുകയും സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ താൻ ചെയ്തു കൊള്ളാമെന്ന് ജയൻ പറയുന്നുവെങ്കിലും ഇത് കേൾക്കുന്ന ജയന്റെ അമ്മ അതിന് താൻ സമ്മതിക്കുകയില്ല എന്ന് ഭാസ്കരന്റെ മുൻപിൽ വെച്ച് പറയുകയും ഇതിന് സഹായം നൽകേണ്ടത് ഇതെല്ലാം ചെയ്യിപ്പിച്ച മേനോന്റെ സഹോദരനാണ് എന്നും അയാളല്ലാതെ നമ്മളൊന്നും സഹായിക്കേണ്ട ആവശ്യമില്ല എന്നും താൻ അതിന് അനുവദിക്കുകയില്ല എന്നും വ്യക്തമാക്കി അവിടെ നിന്ന് പോകുന്നു. അമ്മയുടെ ഈ വാക്കുകൾ ജയനെ ഞെട്ടിച്ചു കളയുന്നു. എന്നാൽ ഇതേ സമയം മേലേപ്പാട്ടേക്ക് പോലീസ് തിരികെ എത്തുകയും അന്വേഷണം വിപുലമായി തന്നെ നടത്തിയെന്നും പക്ഷേ ചന്ദ്രൻ പറഞ്ഞത് സത്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയുകയും ഇനി മേനോനെ കണ്ടെത്തണമെങ്കിൽ മേനോൻ ഒരു തവണ കൂടി ഫോണിൽ വിളിക്കാതെ സാധ്യതയില്ല എന്നും ഫോൺ നമ്പർ എടുത്തിരിക്കുന്നത് ഫേക്ക് ഐഡന്റിറ്റിയിലാണ് എന്നും വ്യക്തമാക്കുന്ന പോലീസുകാർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ തന്റെ വിജയം ഉറപ്പിച്ചു കഴിയുന്ന ചന്ദ്രൻ അത് ആഘോഷിക്കുന്നതിനിടയിൽ അവിടേക്ക് കയറി വരുന്ന തുളസി തന്നെ മോഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് ഇരുമുഖമാണ് ഉള്ളത് എന്നും പറയുന്നു. എന്നാൽ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന മാനസി തുളസിയെ അധിക്ഷേപിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ സത്യങ്ങൾ വ്യക്തമാക്കാൻ പോവുകയാണ് എന്ന് തുറന്നു പറയുന്ന ചന്ദ്രൻ തുളസി പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് മാനസിയോട് പറയുന്നു. അപ്രതീക്ഷിതമായ ഈ വാക്കുകൾ മാനസിയെ തകർത്ത് കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.